നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 എന്ന വർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു അല്ലെ. ഈ ഒരു വർഷക്കാലം മുഴുവൻ എല്ലാവരുടെ ജീവിതത്തിലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ ആഗ്രഹ സാഫല്യവും ഒക്കെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. ഓരോ നാളുകാരും ഭാഗ്യവർദ്ധനവിനും ജീവിത വിജയത്തിനും ആയുർവർദ്ധനയ്ക്കും ഓരോ ദേവതയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാരും ഭജിക്കേണ്ട ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം ഏതാണ് എന്നതിനെ കുറിച്ചാണ്. ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനായിട്ട് ജന്മനക്ഷത്ര പ്രകാരം ആരാധിക്കേണ്ട ദേവതയെ ആരാധിക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ നക്ഷത്ര ജാതരും ജന്മനക്ഷത്ര പ്രകാരം ഈ 2026 ഏത് ഈശ്വരനെയാണ് ഭജിക്കേണ്ടത് എന്നുള്ളത് നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അശ്വതി നക്ഷത്രക്കാർ ദോഷശമനത്തിനായി ഗണപതി ഭജനമാണ് നടത്തേണ്ടത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി ഗണപതി ഭഗവാനെ ദർശിച്ചു പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. നിത്യേന വീട്ടില് നെയ്വിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തരം ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ഇനി അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് ഭരണി നക്ഷത്രക്കാർ ശിവഭഗവാനെയാണ് ഭജിക്കേണ്ടത്. നാളില് ശിവങ്കൽ ഭസ്മാഭിഷേകം നടത്തിക്കുക. ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തിച്ച് വെണ്ണ നിവേദ്യം നടത്തുന്നതും ഐശ്വര്യപ്രദമാണ്. ഇനി അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് വിഷ്ണു ഭജനമാണ് നടത്തേണ്ടത്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല, വെണ്ണ ഇവ നൽകുക. നാളിൽ പാൽപായസ നിവേദ്യത്തോടെ പുരുഷസൂക്ത പുഷ്പാഞ്ജലി നടത്തിക്കുന്നതും ഉത്തമമാണ്. ഇനി അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനായിട്ട് നാളിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. സാധിക്കുന്നവര് ഭവനത്തിൽ നിത്യേന ദേവി മഹാത്മ്യ പാരായണം നടത്തുക. ഇനി അടുത്തത് മകൈര്യം നക്ഷത്രമാണ്. മകൈര്യം നക്ഷത്രക്കാർ ജന്മനാളിലെ ക്ഷേത്രത്തിലെ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തിക്കുക. നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ്. ഇനി അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് ശാസ്താഭജനം നടത്തുകയാണ് ചെയ്യേണ്ടത്. ശാസ്താവിങ്കൽ ദർശനം നടത്തി എള്ളുപായസ നിവേദ്യം, പുഷ്പാഞ്ജലി ഇവ നടത്തിക്കുക. ഇനി അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർ ഗുണവർദ്ധനയ്ക്കും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ചൊവ്വാഴ്ചകളിലെ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഇനി അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർ ദോഷശമനത്തിനായി ഗണപതി ഭജനമാണ് നടത്തേണ്ടത്. ഭവനത്തിലെ ഗണപതി സങ്കല്പത്തിൽ ഭജിക്കുക. നാളിൽ ഗണപതി ഹോമം നടത്തിക്കുന്നതും ഉത്തമമാണ്. ഇനി അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനായിട്ട് ശിവക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്. ഒപ്പം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ഈ നാളുകാർ ശിവാഷ്ടോത്തര ജപം നടത്തുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് പൂരം നക്ഷത്രമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് പൂരം നക്ഷത്രക്കാർ ദേവീ ഭജനമാണ് നടത്തേണ്ടത്. ജന്മനാളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നിവേദ്യത്തോടെ ചെയ്യിക്കുക. ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുക എന്നിവ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് മഹാഗണപതി ഭജനമാണ് നടത്തേണ്ടത്. വെള്ളിയാഴ്ചകളിലെ ഗണപതിക്ക് കദളിപ്പഴ നിവേദ്യം നടത്തിക്കുക. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് ഹനുമത് ഭജനമാണ് നടത്തേണ്ടത്. ശനിയാഴ്ചകളില് ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവൽ, പഴം ഇവ നിവേദിക്കുന്നതും ക്ഷേത്രത്തിൽ ഇരുന്ന് ജപം നടത്തുന്നതും ഉത്തമമാണ്. ഇനി അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് വിഷ്ണു ഭജനം നടത്തുകയാണ് ചെയ്യേണ്ടത്. അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുന്നതും വ്യാഴാഴ്ചകളില് നെയ്വിളക്ക് തെളിയിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് ചോതി നക്ഷത്രമാണ്. ദോഷശമനത്തിനായി ദേവീ ഭജനമാണ് ചോതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. നിത്യേന ലളിതാ സഹസ്രനാമം ധ്യാനഭാവത്തിൽ ദേവിയെ സ്മരിച്ച് ഭവനത്തിൽ
നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് വിശാഖം നക്ഷത്രക്കാർ ധർമ്മശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ശനിയാഴ്ചകളിൽ ശാസ്താവിങ്കിൽ നീരാഞ്ജനം കത്തിക്കുക. എള്ളു പായസ നിവേദ്യം നടത്തിക്കുന്നതും ഉത്തമമാണ്. ഇനി അടുത്തത് അനിഴം നക്ഷത്രമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായിട്ട് അനിഴം നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭജനമാണ് നടത്തേണ്ടത്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ, അവൽ എന്നിവ നിവേദിക്കുന്നതും ഉത്തമമാണ്. ഇനി അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി തൃക്കേട്ട നക്ഷത്രക്കാർ ശിവഭജനമാണ് നടത്തേണ്ടത്. ശിവാഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. ശിവങ്കൽ എള്ളെണ്ണ വിളക്കിൽ ഒഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. യഥാശക്തി അന്നദാനം നടത്തുക. ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇനി അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ട് വിഷ്ണുഭജനമാണ് നടത്തേണ്ടത്. നിത്യേന ഭവനത്തിൽ വിഷ്ണുഭജനം നടത്തുന്നത് ഉത്തമമാണ്. അതോടൊപ്പം സാധുജനത്തിന് നിങ്ങളാൽ കഴിയുന്ന അന്നദാനം നടത്തുകയും വേണം. ഇനി അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ട് ശ്രീകൃഷ്ണ ഭജനം നടത്തുകയാണ് ചെയ്യേണ്ടത്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപം നടത്തുന്നതും ഉത്തമമാണ്. ഇനി അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായിട്ട് ശിവഭജനമാണ് നടത്തേണ്ടത്. ജന്മനാളിൽ ശിവങ്കൽ ഭസ്മാഭിഷേകം നടത്തിക്കുക. ഒപ്പം ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങളിൽ അർച്ചന നടത്തിക്കുക. ഇതും ഉത്തമമാണ്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. നിത്യേന ശിവാഷ്ടോത്തര ജപം നടത്തുന്നത് ഉത്തമമാണ്. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർ ഗുണവർദ്ധനയ്ക്കും ദോഷശമനത്തിനുമായിട്ട് ധർമ്മശാസ്താ ഭജനം നടത്തുക. വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക. ശാസ്താ അഷ്ടോത്തര ജപം നടത്തുക. ഇനി അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ട് ദേവീ ഭജനമാണ് നടത്തേണ്ടത്. ഭവനത്തിൽ ദേവീ നാമജപം നടത്തുക. നാളിൽ ദേവീക്ഷേത്രത്തിൽ ജയദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക. ഇനി അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഹനുമത് ഭജനമാണ് നടത്തേണ്ടത്. ശനിയാഴ്ചകളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവൽ, പഴം ഇവ നിവേദിക്കുക. ക്ഷേത്രത്തിൽ ഇരുന്ന് ജപം നടത്തുന്നതും ഉത്തമമാണ്. ഇനി അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണുഭജനമാണ് നടത്തേണ്ടത്. അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. വ്യാഴാഴ്ചകളിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർ ദോഷശമനത്തിനായിട്ട് ദേവീഭജനമാണ് നടത്തേണ്ടത്. നിത്യേന ലളിതാ സഹസ്രനാമ ധ്യാനഭാവത്തിൽ ദേവിയെ സ്മരിച്ച് ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തുക. ഇങ്ങനെ ചെയ്യുന്നത് അത്യുത്തമമാണ്. അപ്പോൾ ഓരോ നക്ഷത്രജാതരും പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ ഭജിക്കേണ്ട ഈശ്വരനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണോ അതിനനുസരിച്ചുള്ള ഭാവത്തില് അതിനനുസരിച്ചുള്ള ഈശ്വരനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും സമ്മാനിക്കാൻ കാരണമാകും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.